കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പാലോട് ഇന്ദുജ എന്ന ഒരു നേഴ്സ് മരിച്ചിരുന്നു. അവർ തിരുവനന്തപുരത്ത് വഞ്ചൂരുള്ള ത്രിവേണി ഒരു ആയുർവേദ ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യനായിരുന്നു ഇന്ദുജ. ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്ത് ഇന്ദുജയെ നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്നും ഭർതൃപീഡനമാണ്, ഗാർഹിക പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും ബന്ധുക്കൾ ആരോപിക്കുകയും അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അഭിജിത്ത് അപ്പോൾ പറയുന്നു, ഇല്ല, ഞാൻ ഭാര്യയെ വഴക്ക് പറഞ്ഞിരുന്നു, ശാസിച്ചിരുന്നു, ശരി തന്നെ, പക്ഷേ അജാസ് എന്ന ഒരു സുഹൃത്ത് മൂന്നാമതൊരാൾ ഈ ബന്ധത്തിലുണ്ട്, ഇന്ദുജയും അജാസും തമ്മിൽ റിലേഷനുണ്ട്, അതെനിക്കിഷ്ടമായിരുന്നില്ല, എൻ്റെ മുന്നിൽ വെച്ച് പോലും അജാസ് ഇന്ദുജയെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് മൊഴി കൊടുക്കുന്നു. അവിടെയാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. പോലീസ് ആകെ ഞെട്ടുന്നു. എന്താ, ഇവൻ 4 മാസം മുമ്പാണ് ഇന്ദുജയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി താലി കെട്ടുന്നത്. എന്നിട്ട് വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. 2 വർഷക്കാലം നീണ്ടുനിന്ന പ്രണയമാണ്. അങ്ങനെയൊക്കെയാണ് അഭിജിത്ത് ഇന്ദുജയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇന്ദുജയെ മർദ്ദിക്കുകയും ചെയ്തു. ഇന്ദുജയെ അഭിജിത്തിൻ്റെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കാരണം താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയായതുകൊണ്ട് ജാതി പീഡനവും ഈ പെൺകുട്ടി അനുഭവിച്ചിരുന്നു ഈ അഭിജിത്തിൻ്റെ വീട്ടിൽ. എങ്ങനെയെങ്കിലും ഇന്ദുജയെ ഒഴിവാക്കുക എന്ന് അഭിജിത്ത് ആഗ്രഹിച്ചിരുന്നു. എങ്ങനെയെങ്കിലും ഇത് തലയിൽ നിന്ന് പോകണം, കാരണം വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അതുപോലെ കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. അപ്പോഴാണ് അജാസിൻ്റെ രംഗപ്രവേശം. അജാസും ഇന്ദുജയുമായി അടുപ്പത്തിലാണ് ഇപ്പോഴും എന്ന വിവരം അഭിജിത്ത് അറിയുന്നത്, അതായത് ഇന്ദുജയുടെ ഭർത്താവ് അറിയുന്നത്. ഇനി ഇവരെങ്ങനെയാണ് അടുപ്പം? അഭിജിത്ത്, ഇന്ദുജ, അജാസ് ഇവരെല്ലാം ഒരേ സ്കൂളിൽ ഹയർ സെക്കൻഡറിക്ക് പഠിച്ചതാണ്. +2 ഒരുമിച്ച് പഠിച്ച കുട്ടികളാണ് ഇവർ 3 പേരും. അങ്ങനെയാണ് ഇവർ തമ്മിൽ അടുപ്പം. പിന്നീട് പഠനശേഷമാണ് അഭിജിത്ത് ഇന്ദുജയോട് പ്രണയം പറയുന്നതും 2 വർഷമായി പ്രണയിക്കുന്നതും. പക്ഷേ ഈ ഇന്ദുജ അഭിജിത്തുമായി പ്രണയത്തിലായിരിക്കുമ്പോഴും അജാസുമായും ബന്ധം തുടർന്നിരുന്നു, സൗഹൃദം തുടർന്നിരുന്നു. അത് വഴിവിട്ട സൗഹൃദമാണ് എന്നാണ് അഭിജിത്ത് പറയുന്നത്. ഇവരുടെ ഫോൺ സംഭാഷണങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു. പിന്നെ അജാസ് നിരന്തരം ഇന്ദുജയെ വിളിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ കണക്കാക്കി പോലീസ് അജാസിനെയും കസ്റ്റഡിയിലെടുത്തു. 2 പേരെയും ആത്മഹത്യാ പ്രേരണാക്കുറ്റം 2 പേർക്കും ചുമത്തി. അഭിജിത്തിൻ്റെ പേരിൽ ഗാർഹിക പീഡന കുറ്റവും ചുമത്തിയാണ് ഇപ്പോൾ റിമാൻഡിലാക്കിയിട്ടുള്ളത്. ഇനിയും പോലീസ് അന്വേഷിക്കുകയാണ് എന്താണ് സംഭവിച്ചത്. ഈ ആളുകളുടെ മരണപ്പെട്ട ഇന്ദുജയുടെ മൊബൈൽ ഫോണും അജാസിൻ്റെ മൊബൈൽ ഫോണും അഭിജിത്തിൻ്റെ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലാണ്. ഇതൊക്കെ പരിശോധനയിലാണ്. അജാസാണ് ഇന്ദുജയെ അവസാനമായി വിളിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. കാരണം അതിന് മരിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് അജാസ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചത്. എന്തിനാണ് വേറൊരാളുടെ ഭാര്യയെ ഇയാൾ പോയി മർദ്ദിക്കുന്നത്? അപ്പോൾ എന്തോ ഒരു ഇല്ലീഗൽ കണക്ഷൻ ഇവർ തമ്മിലുണ്ട് എന്ന് അഭിജിത്തിനും അറിയാമായിരുന്നു. അഭിജിത്ത് ഇന്ദുജയെ അജാസിന് വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നു എന്നുപോലും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, 2 വർഷമായി പ്രണയിച്ച് അയാളുടെ പുറകെ ആ പെൺകുട്ടി ഇറങ്ങിപ്പോയി. ആ പെൺകുട്ടിയെ സംരക്ഷിക്കുന്നതിന് പകരം അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുക, അതിന് ഈ കൂടെ പഠിച്ച അജാസുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കി അയാൾക്ക് കൊടുക്കുക എന്ന് പോലും ഒരു യുവാവ് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക. ഉള്ളിൻ്റെ ഉള്ളിലെ ആ ക്രൂരത ഒന്ന് ആലോചിച്ച് നോക്കൂ. അജാസിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് വരെ ഇയാൾ പറഞ്ഞു. അങ്ങനെയാണ് അജാസ് ഈ പെൺകുട്ടിയുടെ മേൽ കുറച്ചുകൂടി ആധിപത്യം നേടുന്നത്. ഇതൊക്കെ സങ്കടകരമായിരുന്നു. അതുമാത്രമല്ല, തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടത്തിയ ഇൻക്വസ്റ്റിൽ ഈ പെൺകുട്ടിയുടെ, അതായത് ഇന്ദുജയുടെ കണ്ണിന് താഴെയും തോളിന് പുറകിലുമായി മുറിവുകളുണ്ട്, പാടുകളുണ്ട്, മർദ്ദനമേറ്റ പാടുകളുണ്ട്. അപ്പോൾ ഗാർഹിക പീഡനം നടന്നുവെന്ന് ഉറപ്പാണ്. ആലോചിച്ച് നോക്കുക, 25 വയസ്സുള്ള ഇന്ദുജ എന്ന ലാബ് ടെക്നീഷ്യന് ജീവിതത്തിൽ പറ്റിയ വീഴ്ചകൾ. 2, അജാസ് മർദ്ദിക്കുന്നു. അപ്പോൾ അഭിജിത്ത് ചോദ്യം ചെയ്യേണ്ടതല്ലേ? ഇയാൾ ചോദ്യം ചെയ്യാതെ കാറിനുള്ളിൽ വെച്ച് മർദ്ദിക്കുമ്പോൾ ചോദ്യം ചെയ്യാതെ മിണ്ടാതിരിക്കുന്നു. ക്രൂരതയല്ലേ? ഭർത്താവ് സ്വന്തം ഭാര്യയെ പരപുരുഷൻ വന്ന് മർദ്ദിക്കുമ്പോൾ അത് ചോദിക്കേണ്ടതല്ലേ? അപ്പോൾ അഭിജിത്ത് അജാസിന് ഇന്ദുജയെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു എന്ന് ചുരുക്കം. അത് വഞ്ചനയാണ്, ചതിവാണ്. ഇങ്ങനെ നീളുന്ന സംഭവമാണ് ഇന്ദുജയുടെ മരണവുമായി ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും. ഇതിനിടയിൽ എവിടെയാണ് പിഴച്ചുപോയത്? എവിടെയാണ്, എന്ത് തെറ്റാണ് സംഭവിച്ചത്? മുത്തശ്ശിയെ ചോദ്യം ചെയ്തു പോലീസ്. ഇന്ദുജയും മുത്തശ്ശിയും മാത്രം വീട്ടിലുള്ള സമയത്താണ് ഈ ആത്മഹത്യ നടക്കുന്നത്. അപ്പോൾ ഇന്ദുജയുടെ മുത്തശ്ശിയെ, അതായത് അഭിജിത്തിൻ്റെ ഗ്രാൻഡ് മദറിനെ പോലീസ് ചോദ്യം ചെയ്തു. അപ്പോൾ അവർ പറയുന്നത്, ഒരു ഫോൺ വന്നു പെൺകുട്ടിക്ക്. ആ പെൺകുട്ടി ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് ഞാൻ അവസാനം കണ്ടത്. പിന്നെ മുറിക്കകത്തേക്ക് പോയി പിന്നെ കാണുന്നത് ഇങ്ങനെ മരിച്ചു കിടക്കുന്നതാണ്. ഇതാണ് പറയുന്നത്. അപ്പോൾ അവസാനം വന്ന ഫോൺ പരിശോധിച്ചപ്പോൾ പോലീസ് ശരിക്കും ഞെട്ടി. പോലീസ് അജാസാണ് അവസാനം വിളിച്ചത്. ഫോണിലൂടെ ഇന്ദുജയെ ഒരുപാട് ദേഷ്യത്തിൽ അജാസ് സംസാരിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായിരിക്കും സംസാരിച്ചത്? അല്ലെങ്കിൽ അജാസിനും ഇന്ദുജയെ വേണ്ട എന്ന് തീരുമാനിച്ചു? നിന്നെ എനിക്ക് വേണ്ട എന്നാണോ അജാസ് പറഞ്ഞത്?
അഭിജിത്തും അതുതന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കും വേണ്ടാത്തൊരു ജന്മം, ഇനി എനിക്കെന്തിനാണ്, വീട്ടുകാരെ പിണക്കി ഇറങ്ങി വന്നു, പ്രേമിച്ച പുരുഷൻ ഇഷ്ടപ്പെടുന്നില്ല, ഇനി വേറൊരാൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു നടക്കുന്നയാളും ഇപ്പോൾ ഇതാ വെറുക്കുന്നു, എന്നെ മർദ്ദിക്കുന്നു, ഇനി എന്നെ വേണ്ട എന്ന് പറയുന്നു, അതുകൊണ്ട് എനിക്കിനി ജീവിതം വേണ്ട എന്ന് ആ പെൺകുട്ടി തീരുമാനിച്ചതാണോ എന്നും വ്യക്തമല്ല. പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ എല്ലാവരെയും, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് സവിനയം ഓർമ്മിപ്പിക്കുന്നു.